ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2241. ഇന്ന് ഫെബ്രുവരി മാസം 18-ാം തീയതി, 49-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 3-ാം ദിനം. 40 ദിവസങ്ങളുണ്ട് ഈ വലിയ നോമ്പ് കാലത്ത്. നമ്മളത് ഒന്ന് ഓർക്കുന്നുണ്ടോ? തിരുവെഴുത്തിലെ ഈ 40 ദിവസങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവും. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ്. നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി, അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. ശരിക്കും ഈ നോമ്പൊരു മഴപ്പെയ്ത്താണ്. ആർക്കൊക്കെ അത് എങ്ങനെയൊക്കെ ആയി മാറുന്നുണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. നീതിമാന്മാർക്ക് ഇത് കൃപയുടെ മഴയാണ്. അതെ, ശുദ്ധീകരണത്തിന്റെ വലിയ ദിവസങ്ങളാണ്. ആത്മതപനത്തിന്റെ വണ്ണാളുകളാണ്. അനുതാപത്തിനായിട്ടുള്ള ഒരു വലിയ അവസരവും വിളിയുമാണ്. അതിനുള്ള വേളയാണ്. ആന്തരിക സമാധാനത്തിലേക്കുള്ള ഒരു പെട്ടക യാത്രയാണിത്. എന്നാലോ തിന്മപ്പെട്ടവർക്ക് ഇത് വെറും പ്രളയത്തിന്റെ മഴയാണ്. വെറും പ്രളയമല്ല, വൻ പ്രളയത്തിന്റെ മഴ. പിശാചികൾക്ക് പരാജയത്തിന്റെ നാളുകളാണ്. അതിക്രമക്കാർക്കും അവരുടെ തലമുറയ്ക്കും ശാപത്തിന്റെ നാളുകളാണ്. കൃപ പെയ്യുന്ന ഈ രാപകലുകൾ നോമ്പാകുന്ന പെട്ടകത്തിനുള്ളിൽ കയറുക. അതിലൊരു ആശ്വാസമുണ്ട്. പുറത്തപ്പോഴും പ്രളയമാണെന്ന് ഓർക്കുക. എല്ലാത്തരം അഹന്തകളെയും മുക്കിക്കൊല്ലുന്ന വെള്ളപ്പൊക്കമാണ്. ഓരോരുത്തരും അവനവന്റെ വഴി എന്തുമാത്രം വഷളാക്കിയെന്ന് സ്വയം തിരിച്ചറിയുക. ഒരു നിലയും നിലനിൽപ്പുമൊക്കെ നമുക്കും വേണ്ടേ? ദൈവം പറഞ്ഞ അളവിലാണ് നോഹ പെട്ടകം പണിതത്. ദൈവഹിതമനുസരിച്ച് നോമ്പിന്റെ നാളുകളെ രൂപപ്പെടുത്തുക. തീർച്ചയായും അളവുകളിൽ വ്യത്യാസം വരുത്താതിരിക്കുക. ആരാധനാ ജീവിതത്തിൽ വെള്ളം ചേർക്കാതിരിക്കുക. ചേർത്താലോ വള്ളം മുങ്ങുമെന്ന് നിശ്ചയമാണ്. നോമ്പിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നില്ലേ, നീതിമാനും വിശുദ്ധനുമായ നോഹ നോമ്പിനെ ശ്രേഷ്ഠനാക്കി. നാശകരമായ പ്രളയത്തിൽ നിന്ന് അവൻ രക്ഷ പ്രാപിച്ചു. അവൻ പ്രളയത്തിനു മീതെ 40 ദിവസം യാത്ര ചെയ്തു. ഈ യാത്രയും കുറെ കൂടി ബോധ്യങ്ങളിലേക്കാവട്ടെ, കുറെ കൂടി ബോധം നൽകുന്നതാവട്ടെ. ആമേൻ.